Namaste. Those who are new here, I am Dr. Susan Curtis, life psychologist and transformation coach. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ അബ്യൂസ് അല്ലെങ്കിൽ ആഫ്റ്റർ ദ ട്രോമ ലൈഫ് റീകൺസ്ട്രക്ഷൻ ആണ്. സാധാരണ നമുക്ക് എല്ലാവർക്കും ട്രോമ ഉണ്ടാക്കും. ട്രോമ നമ്മുടെ ലൈഫിൽ വരുന്നത് നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മളെ റീഎസ്റ്റാബ്ലിഷ് ചെയ്ത് റീകൺസ്ട്രക്റ്റ് ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല അബ്യൂസ് കിട്ടി അല്ലെങ്കിൽ നമുക്ക് നല്ല ട്രോമ കിട്ടി, ആ ട്രോമയിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കുന്നു, എന്നിട്ട് നമ്മൾ ലൈഫിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്. ചില ആളുകൾ ആ റീകൺസ്ട്രക്ഷൻ പ്രോസസ്സ് ശരിക്കും ചെയ്യാതെ വരുന്നത് കൊണ്ട് തന്നെ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. നമ്മൾ ഭയങ്കര സ്ട്രോങ് ആവും, പക്ഷേ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്ര ശരിയായ രീതിയിലായിരിക്കില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ട്രോമ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് യു ഐഡൻറ്റിഫൈ യുവർ ഡാമേജസ്. നമ്മൾ ട്രോമയിൽ നിന്നുണ്ടായ നമുക്ക് അബ്യൂസിൽ നിന്നുള്ള ഡാമേജസിനെ വെച്ചിട്ട് നമ്മളതിനെ ഒന്ന് തിരിച്ചറിയുകയും അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യാനായിട്ട് നോക്കുകയും ചെയ്യും. അപ്പോൾ ട്രോമയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വൂണ്ടുകളെയെല്ലാം മനസ്സിലാക്കി നമുക്കുണ്ടായ പ്രശ്നങ്ങളെല്ലാം നമ്മളിതാക്കി അതൊന്ന് ഹീലിങ്ങിലേക്ക് വന്നു, നമ്മൾ അതിൽ നിന്ന് റിക്കവർ ആകുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡെബ്രിസ് എല്ലാം ക്ലിയർ ചെയ്യുന്നു, എല്ലാ ഡെബ്രിസും നമ്മൾ ക്ലിയർ ചെയ്യുന്നു. അങ്ങനെ ഡെബ്രിസ് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ, അതായത് നമ്മൾ ഈ ട്രോമയിൽ നിന്നുണ്ടാകുന്ന പല ഇമോഷണൽ കാര്യങ്ങളും നമുക്ക് വന്ന ഫെയിലിയേഴ്സും നമുക്ക് വന്ന ബുദ്ധിമുട്ടുകളും നമ്മുടെ പ്രയാസം എല്ലാ സ്ഥാനത്തു നിന്ന് വന്ന എല്ലാ തലയ്ക്കകത്ത് നമുക്കുണ്ടാകും, നമ്മുടെ മെൻ്റലി ഫിസിക്കലി ഇമോഷണലി നമ്മുടെ സൈക്കോളജിക്കലി നമ്മുടെ സ്പിരിച്വലി ഫിനാൻഷ്യലി സോഷ്യലി എല്ലാത്തിൽ നിന്നും വന്ന എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ ആ ഡെബ്രിസിൽ നിന്നെല്ലാം പുറത്ത് കിടക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ എന്നിട്ട് ഇങ്ങനെ പുറത്ത് കടന്നിട്ട് നമ്മുടെ ലൈഫിനെ റീഡിസൈൻ ചെയ്യും. അല്ലെ, ഇനി മുതൽ എൻ്റെ ലൈഫ് എൻ്റെ ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ വരാവൂ, ഞാൻ ഇങ്ങനെയാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇനി ഞാൻ നേരത്തെ ഉള്ള രീതിയിൽ ജീവിക്കുകയില്ല, എനിക്കങ്ങനെ ജീവിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈഫിനെ റീഡിസൈൻ ചെയ്യും. ഈ റീഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരാൾ നല്ല രീതിയിൽ ആ ലൈഫിനെ കൊണ്ടുപോകുന്നില്ല. ആ റീഡിസൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ റീഡിസൈൻ ചെയ്ത ലൈഫ് ഡിസൈൻ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ന്യൂറൽ ഡിസൈനെ നമ്മൾ റീഡിസൈൻ ചെയ്യണം. അതായത് ഇതുവരെ ഉണ്ടായിട്ടുള്ള നമ്മുടെ ധാരണകളെ മാറ്റി, നമ്മളുടെ വിശ്വാസങ്ങളെ മാറ്റി, നമ്മുടെ ലേണിങ്ങുകളെ മാറ്റി പുതിയ 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 പാത്ത് വേസ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബ്രെയിനകത്തുള്ള ന്യൂറൽ പാത്ത് വേസ് ആണ് നമ്മൾ ഓരോ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്കൊരു ഡിസൈൻ ചെയ്യും. ഇതെല്ലാം നമ്മളുടെ പുതിയ ബുക്ക് ദി അപ്പ് തെറാപ്പിയിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അത് വായിച്ചിട്ടുള്ളവർക്കും എൻ്റെ തെറാപ്പി എടുത്തവർക്കും ഇത് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളങ്ങനെ ന്യൂറൽ പാത്ത് വേനെ റീഡിസൈൻ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ലൈഫിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളങ്ങനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് വരുന്നൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിനെ കൊണ്ട് ഇതിങ്ങനെ വേണ്ട, ഇനി മുതൽ ഇങ്ങനെയായിരിക്കണം, അതെനിക്ക് പ്രയാസമാണ്, ഞാൻ ഒരു കാരണവശാലും അങ്ങനെ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ നല്ല രീതിയിൽ നോട്ട് ചെയ്യണം. കാരണം ഒരിക്കൽ നമുക്ക് ട്രോമയുണ്ടായി നമ്മൾ അതിൽ നിന്ന് പുറത്ത് കിടന്ന് നമ്മളെ വീണ്ടും റീകൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ആ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും. അത് പണ്ടത്തെ പോലെ കുറച്ച് എന്തെങ്കിലും തട്ടിയാലോ അല്ലെങ്കിൽ മുട്ടിയാലോ ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മൾ ഡൗൺ ആകുന്ന പോലെയല്ല. നമ്മുടെ വൾണറബിലിറ്റീസ് എല്ലാം മാറും. നമ്മൾ ആ റീകൺസ്ട്രക്ഷനിൽ വളരെ സ്ട്രോങ് ആകും. നമ്മുടെ മൈൻഡും നമ്മുടെ ഡിസിഷൻസും നമ്മൾ പോകേണ്ട വഴികളും എല്ലാം നല്ല രീതിയിലായിരിക്കും. നമ്മുടെ തലയ്ക്ക് നല്ല ക്ലാരിറ്റിയൊക്കെ കൊടുത്ത് ഇതാണ് ഇനി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഞാൻ ഇങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ഐഡിയയും ഒരു ഡിസൈനും ഒക്കെ കൊടുത്തിട്ട് ഞാനതിനെ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആഫ്റ്റർ ട്രോമ കഴിഞ്ഞിട്ട് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന, അതിൽ നിന്ന് പുറത്ത് കിടന്ന് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ലൈഫ് എന്ന് പറയുന്നത് സ്ട്രോങ്ങർ ദാൻ ദ ബിഫോർ ട്രോമ. അതായത് പ്രീ ട്രോമ പോസ്റ്റ് ട്രോമ നമുക്ക് പറയാം. പ്രീ ട്രോമയിലുണ്ടായിരുന്ന നമ്മളെക്കാളും വളരെ സ്ട്രോങ്ങർ ആയിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്യുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മളെ ബിൽഡ് ചെയ്യുമ്പോൾ ആഫ്റ്റർ അബ്യൂസിന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ട്രോമ എന്ന് പറയുന്ന ഒരു അബ്യൂസിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ട്രോമയാണ്, പലതരത്തിലുള്ള ട്രോമ. അങ്ങനെയുള്ള ആ ട്രോമയിൽ നിന്ന് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ശരിയായ ഗൈഡൻസിലൂടെയും ശരിയായ പ്രോസസ്സിലൂടെ അല്ല നമ്മളെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ construct a very solid and very tough and very strong
ഒരു ലൈഫിനെ, ഒരു സെൽഫിനെ, ഒരു ന്യൂറൽ ഡിസൈനെയൊക്കെ നിങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് മേ ബി എ റോങ് വൺ. അത് അത്ര എഫക്റ്റീവായിട്ടുള്ള കാര്യമായിരിക്കില്ല. നമുക്കറിയാലോ, നമ്മുടെ ഇൻറ്റേർണൽ നമ്മളുടെ ബിഹേവിയർ, നമ്മുടെ എക്സ്റ്റേണൽ ബിഹേവിയർ, നമ്മുടെ ക്യാരക്ടർ, പേഴ്സണാലിറ്റി, പേഴ്സോണ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് നമ്മളൊരു ലൈഫിനെ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണ് ഇനി മുതൽ ഞാൻ ഇങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത് പറയുമ്പോൾ, ആ ജീവിതം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും സോഷ്യൽ ബീയിങ് ആണ്. അപ്പോൾ പല കാര്യങ്ങളെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങനത്തെ നമ്മുടെ ലൈഫിനെ ഒന്ന് കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ട് വരാൻ. നമ്മുടെ എല്ലാ വാല്യൂ ക്രിയേറ്റിംഗ് ഏരിയാസിനെയും മനസ്സിൽ കണ്ടുകൊണ്ടുണ്ടാക്കുന്ന ഡിസൈനും അതനുസരിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷനും ആണെങ്കിൽ അത് നല്ല സ്ട്രോങ് ബേസിൽ, നല്ല ഫൗണ്ടേഷനും നല്ല രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ വി ഹാവ് എ വെൽ ഫങ്ഷനിങ് ഒരു ലൈഫിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇതിനകത്ത് നമ്മൾ കൊണ്ടുവരുന്ന പല കാര്യങ്ങളുണ്ട്, നമ്മുടെ വിഷ്വലൈസേഷൻ ഉണ്ട്, നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ ഡു ഐ കൺസ്ട്രക്ട് മൈ ലൈഫ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അത് നമ്മൾ പല ആളുകളും ആദ്യം മുതൽ സ്ട്രോങ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നു. ചിലപ്പോൾ ഒന്നും അത്ര വലിയ ഡാമേജിങ് ആയിട്ടുള്ള ഒരു അബ്യൂസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രോമയോ അവർക്ക് കിട്ടാത്തത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ അങ്ങനെ പ്രോപ്പറായിട്ട് പോകുമായിരിക്കും. പക്ഷേ ഒരാൾക്ക് ഒരിക്കൽ ട്രോമ കിട്ടി തകർന്നു പോയി കഴിഞ്ഞാൽ അയാൾ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ദാറ്റ് പേഴ്സൺ ഷുഡ് ബി വെരി കെയർഫുൾ ഹൗ ദാറ്റ് പേഴ്സൺ ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് ദ ന്യൂ ലൈഫ്. പുതിയ ജീവിതം, പുതിയത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, അത്രയും ടഫായിട്ടുള്ള. അപ്പം ഞാൻ എപ്പോഴും പറയത്തില്ലേ, കീപ് ഗോയിങ് സ്ട്രോങ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളെങ്ങനെ ജീവിക്കണമെന്നും ഇനി മുതൽ എങ്ങനെ പോകണമെന്നുമുള്ളത് വളരെ ക്ലാരിറ്റിയോടുകൂടി വെൽ ഡിഫൈൻഡ് ആയിട്ട് ഉള്ളതായിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ലൈഫ് ഡിസൈൻ നല്ല പ്രോപ്പറായിട്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ആ ലൈഫ് ഡിസൈൻ ഉതകുന്ന രീതിയിൽ നമ്മുടെ ന്യൂറൽ ഡിസൈനെ നോക്കി ചേഞ്ചസ് ആപ്റ്റായിട്ട് വരുത്തിക്കൊണ്ട് അവിടെ ആ ആപ്റ്റായിട്ട് വരുത്തുന്നതിന് പലപ്പോഴും നമുക്ക് കീ ബിലീഫിനെയൊക്കെ റിവൈസ് ചെയ്തുകൊണ്ട് വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ റിവൈസ് ചെയ്ത് മോഡിഫൈ ചെയ്ത് പ്രോപ്പറായിട്ടൊരു സ്കീമാറ്റിക് ഡിസൈൻ ഫേസസ്, ലൈഫ് ഡിസൈൻ ഇങ്ങനെ വേണം, ഇങ്ങനെ ഇതുവരെ ഉള്ളതിനെ മാറ്റണം, പുതിയൊരു കാര്യത്തെ ചെയ്യണമെന്ന് വരുമ്പോൾ നമ്മുടെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ലേണിംഗ് പാത്ത് വേസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ തലയ്ക്കകത്തേക്ക് ഇങ്ങനെ കൊടുത്ത് അത് വീണ്ടും ചെയ്ത് അങ്ങനെ അതിനെ നോക്കി നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ റീകൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴും ട്രോമയിൽ നിന്നോ അബ്യൂസിൽ നിന്നോ നിങ്ങൾ റിക്കവർ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് നല്ല ഗൈഡൻസോടുകൂടി നല്ല രീതിയിൽ നിങ്ങളെ ഡിസൈൻ ചെയ്ത് റീകൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ട് വരാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ പീസ്ഫുള്ളായിട്ടും ഹാപ്പി ആയിട്ടും പ്രോഗ്രസീവായിട്ടും ജീവിക്കാനുള്ള എല്ലാ അവകാശവും കൊണ്ട് അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.